പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുരുടനായ ഭർത്തിയുമായിട്ട് ലഭ്യമാകുന്ന സൗഖ്യവും അതിനുശേഷം അവൻ യേശുവിനെ പിൻപറ്റുന്നതുമാണ് ഈ ഭാഗത്തെ പ്രതിപാദിയ വിഷയം. യേശുവിൻ്റെ മിറക്കിൾസിനെ കുറിച്ചുള്ള മർക്കോസിന്റെ വീക്ഷണം മനസ്സിലാക്കുന്നതിൽ ഈ കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മർക്കോസിന്റെ രോഗശാന്തി കഥകളിൽ അവസാനത്തേതുമാണ്. അതുപോലെ യേശുവിൻ്റെ യെരൂശലേം പ്രവേശനത്തിന് തൊട്ടു മുമ്പുള്ള സംഭവ കഥയുമായിട്ടാണ് മർക്കോസ് രേഖപ്പെടുത്തിയത്. അതുമാത്രമല്ല, ശിശുത്വത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം രചിച്ച ഭാഗമാണ്. മർക്കോസ് 8:22 മുതൽ 26 വരെ കുരുടനായ മനുഷ്യന്റെ കാഴ്ച ലഭിക്കുന്നതിനെ കുറിച്ച് പറയും. ഈ കഥയിലൂടെ അന്ധരായ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. യേശുവിന്റെ കുരിശിലേക്കുള്ള നിർണായക യാത്രയിലെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ട്രാൻസിഷൻ ആയിട്ടാണ് ബർത്തിമായുടെ കഥ മർക്കോസ് അടയാളപ്പെടുത്തുന്നത്. യെരൂശലേമിലേക്കുള്ള വഴിയരികിൽ ഇരിക്കുന്ന കുരുടനായ ബർത്തിമായെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇതുവരെ യേശുവിന്റെ അനുയായി ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുവാൻ മർക്കോസ് ആഗ്രഹിക്കുകയാണ്. യേശുവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ എന്നുള്ള ബർത്തിമായുടെ നിലവിളി സൗഖ്യത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ നിന്ന് ദൈവകോപം നീക്കി രക്ഷ നൽകി തന്നോട് സ്നേഹം കാട്ടണമെന്നുള്ള നിലവിളിയായിരുന്നു. അവിടെ ശിഷ്യന്മാർ യേശു വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ പുതപ്പെ വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കൃത്യമായി ഓടിയെത്തുകയാണ്. പുതപ്പെ വലിച്ചെറിയുന്നത് തന്റെ ഭൂതകാലത്തെ വലിച്ചെറിയുന്നതിന്റെ ശക്തമായിട്ടുള്ള പ്രതീകമായിരുന്നു. മാനസാന്തരപ്പെടുവാനുള്ള യേശുവിന്റെ ആഹ്വാനത്തോടുള്ള ശരിയായ പ്രതികരണമായി ബർത്തിമായുടെ പുതപ്പ് വലിച്ചെറിയലിനെ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് യേശു ചോദിക്കുമ്പോൾ മർക്കോസ് 10:36 യാക്കോബിനോടും യോഹന്നാനോടും ചോദിച്ച അതേ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. യേശുവിന്റെ ചോദ്യത്തിലുള്ള 2 വ്യത്യസ്ത ഉത്തരങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഒന്ന് ശിഷ്യന്മാരുടെ അന്ധത, മറ്റൊന്ന് ബർത്തിമായുടെ വിശ്വാസത്തെ ഇവിടെ എടുത്തു കാണിക്കുകയും ചെയ്തു. മർക്കോസ് 10:37 വരുവാനുള്ള മഹത്വത്തിൽ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള ആഗ്രഹം യാക്കോബും യോഹന്നാനും പ്രകടിപ്പിക്കുമ്പോൾ ബർത്തിമായി യേശുവിനോടൊപ്പം കഷ്ടം സഹിക്കുവാൻ യെരൂശലേമിലേക്ക് പോകാനുള്ള വഴി ഇരിക്കുന്നു. ശിഷ്യന്മാർ ലൗകിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവരാജ്യത്തെ കാണുമ്പോൾ രോഗശാന്തിയും രക്ഷയും ആചരിക്കുവാനുള്ള യേശു താല്പര്യത്തെ കൃത്യമായി തിരിച്ചറിയും. ശിഷ്യന്മാർ ആത്മവിശ്വാസത്തോടെ യേശുവിനെ പിൻപറ്റുമ്പോൾ യേശുവിനെ ആകാംക്ഷയോടെ പിന്തുടരുന്ന കൃത്യമായി നമുക്ക് കാണാം. ഒരു വിശ്വാസം പോലും അവനെ സൗഖ്യം. എന്നാൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് അവനെ തടുക്കുവാൻ ആളുകൾ താല്പര്യം കാട്ടുമ്പോൾ അവന്റെ നിലവിളി കേട്ട്
അതിനെ വിളിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിലൂടെ ലഭ്യമായ സൗഖ്യം യേശുവിനെ പിൻപറ്റുവാൻ വ്യക്തിമായി പ്രേരിപ്പിക്കും. ശിഷ്യത്വം യേശുവിനെ നിരുപാധികം പിന്തുടരുന്ന അനുഭവമാണ്. അതിൽ കുരിശുണ്ട്, ആത്യന്തികമായ കഷ്ടപ്പാടുകൾ തന്നേക്കാം. യേശുവിലൂടെ രക്ഷ പ്രാപിച്ച നാം യേശുവിനെ യഥാർത്ഥമായി ഫോളോ ചെയ്യുന്നവരാകുവാനുള്ള അനുഭവമായി മാറുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.